തിരികെ വാർത്തകളിലേക്ക്. ഇടുക്കി തൊടുപുഴ അഗ്നിശമന സേനയിൽ പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതായി പരാതി. മെസ്സിൽ പന്നിക്കറി വെച്ചതിനെ ഒരു വിഭാഗം ജീവനക്കാർ എതിർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയത്. റിക്രിയേഷൻ ക്ലബ് മീറ്റിംഗ് കൂടിയാണ് തീരുമാനം എടുത്തത്. സുബിൻ കെ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കി അഗ്നിശമന സേനയിലാണ് ഇത്തരത്തിൽ പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയത്. ഒരു പ്രത്യേക വിഭാഗക്കാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഈ നിരോധനം വന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു നീക്കത്തെ എങ്ങനെയാണ് മറ്റ് ജീവനക്കാർ നേരിടുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത്? തീർച്ചയായും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് നിലവിൽ തൊടുപുഴ അഗ്നിശമന സേനയിൽ ഇത്തരത്തിൽ ഈ ഒരു ഭക്ഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാസം, ക്ഷമിക്കണം, 6-ാം മാസത്തിലാണ്, അതായത് ജൂൺ മാസത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ജൂൺ മാസത്തിൽ ഈ ഓഫീസിൽ, അതായത് ഈ ഓഫീസിൽ മെസ്സിൽ ഈ ജീവനക്കാർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. 24 മണിക്കൂർ ഡ്യൂട്ടി ആയതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ ഒരു പ്രത്യേക ഇല്ലായിരുന്ന സമയത്ത് അവിടുത്തെ ജീവനക്കാർ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയും ഇത്തരത്തിൽ പന്നി മാംസം മേടിച്ച് കറി വെച്ച് കഴിക്കുകയും ചെയ്തിരുന്നു. ഇത് അറിഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്റ്റേഷൻ തലവനായിട്ടുള്ള TH സാദിഖ്, അതുപോലെ തന്നെ ജാഫർ ഖാൻ എന്നിവരാണ് ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് എന്നുള്ളതാണ് നിലവിൽ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ നമ്മളുമായി പങ്കുവച്ച വിവരം. ഇത്തരത്തിൽ ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നു. ഇതിനുശേഷം 27-ാം തീയതി 27/6/2025 ഈ റിക്രൂട്ടിംഗ് ക്ലബ്ബ് മീറ്റിംഗ് ചേരുകയും അതിൽ ഈ ഉദ്യോഗസ്ഥർ തന്നെ, ഈ പറഞ്ഞ ഈ സ്റ്റേഷൻ തലവൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു കാര്യം മുമ്പോട്ട് വഹിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ ഹലാൽ ഇതര മാംസങ്ങൾക്കും പന്നി മാംസത്തിനും നിരോധനം ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് ഈ മെസ്സിൽ വഹിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ സ്വയമേ തന്നെ എടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവർ ഏറ്റെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥർ ഇതിന് വിപരീതമായി, അല്ലെങ്കിൽ ഇത് സാധിക്കില്ല, ഇത്തരത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് ആവശ്യം മുമ്പോട്ട് വെച്ചതോടുകൂടി ഇവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട്. ഈ പരാതിയിൽ നിലവിൽ ഇപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ അന്വേഷണം നടത്തി വരികയുമാണ്. നമ്മൾ ജില്ലാ ഫയർ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ജീവനക്കാർക്ക് ഏത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. അതിൽ മറ്റൊരാൾക്ക് ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് ഈ അന്വേഷണം നടത്തുന്ന ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കിയത്. എന്നാൽ അതിന് വിപരീതമായാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഈ ഒരു മിനിറ്റ്സ് എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ രേഖകളെല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അന്നേ ദിവസം എടുത്ത തീരുമാനങ്ങളിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പന്നി മാംസം, അതുപോലെ തന്നെ മറ്റു മാംസങ്ങൾ ഈ ഫയർ ഓഫീസിൽ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ വിവരം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ ബീഫിനും ആ സ്റ്റേഷനിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു രേഖകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പരാതി ഉയർന്നതിന് ശേഷം അന്വേഷണം തുടങ്ങിയെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയോ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യാത്തതോടുകൂടിയാണ് ഈ വിവരം പുറത്തറിയുന്നത്. നമ്മൾ വാർത്തയാക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ടായതാണ്. കൃത്യമായ ഒരു ഇടപെടൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഭക്ഷണ സ്വാതന്ത്ര്യത്തെ പോലും ഖനിക്കുന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ഈ തൊടുപുഴ ഫയർഫോഴ്സ് ഓഫീസിലെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. കൂടാതെ ഈ സ്റ്റേഷൻ തലവനുമായി ബന്ധപ്പെട്ട് ഈ 2023-24 കാലഘട്ടത്തിൽ ഈ മൂവാറ്റുപുഴ ഉദ്യോഗസ്ഥനായിരുന്നു ഈ നിലവിലെ തൊടുപുഴ സേനാ തലവൻ. അവിടെയും സമാനമായ പ്രശ്നം ഇയാൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല. ഇത്തരത്തിൽ നിരവധി ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ മെസ്സിലെ ഭക്ഷണക്രമം പൂർണ്ണമായും നിരോധിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരോധനം എത്രയും വേഗം മാറ്റണം, അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം എന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ശരി സുബിൻ, ഇടുക്കി തൊടുപുഴ അഗ്നിശമന സേനയിലാണ് ഇത്തരത്തിൽ പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതായുള്ള പരാതി ഉയരുന്നത്. മെസ്സിൽ പന്നിക്കറി വെച്ചതിനെ ഒരു വിഭാഗം ജീവനക്കാർ എതിർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയത്. എന്തായാലും ഇതിനെതിരെ പരാതി ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.